രേഖകളില്ലാതെ കടത്തുകയായിരുന്ന പണവുമായി തമിഴ്നാട് സ്വദേശി പിടിയിൽ. വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് 62 ലക്ഷം രൂപയുമായി KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവ് പിടിയിലായത്. തമിഴ്നാട് കോയമ്പത്തൂർ സെൽവപുരം സ്വദേശി 39 വയസ്സുള്ള നാഗരാജിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി രാവിലെ എക്സൈസ് വിഭാഗം ഗുണ്ടലൂർ പെരിന്തൽമണ്ണ റൂട്ടിലെ KSRTC ബസ്സിൽ പരിശോധന നടത്തി വരികയായിരുന്നു. എക്സൈസിന്റെ പരിശോധനയിൽ പരിഭ്രാന്തനായ നാഗരാജിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പണം കണ്ടെടുത്തത്. കഴിഞ്ഞ മാർച്ചിൽ നടന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് ഒന്നുകൂടെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചുള്ള വാഹന പരിശോധനയും വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ന് രാവിലെ 7:10 മണിക്ക് ഗുഡല്ലൂർ പെരിന്തൽമണ്ണ റോഡിലോടുന്ന KSRTC ബസ്സിൽ നിന്നും ഞങ്ങൾ വാഹനം പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഞങ്ങളെ കണ്ട് ഭയപ്പെടുകയും ടെൻഷനാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ടിയാൻ്റെ ബാഗ് തുറന്ന് പരിശോധിച്ചതിൽ അതിൽ 500 ഡിനോമിനേഷൻ വരുന്ന 50,000-ന്റെ 125ഓളം കെട്ടുകളും 200 രൂപയുടെ 89ഓളം നോട്ടുകളും ആകെ 62,67,800 രൂപയും കണ്ടെടുത്തിട്ടുള്ളതാണ്. 500 രൂപ അടങ്ങിയ 50,000 രൂപയുടെ 125 കെട്ടുകളും 200 രൂപയുടെ 17,800 രൂപ അടങ്ങിയ ഒരു കെട്ടുമാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത്. സ്വർണ്ണപ്പണിക്കാരനാണ് നാഗരാജ്. എഴുത്തു ലോട്ടറിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പ്രതിയെയും പണവും എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് കൈമാറുമെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ PP പ്രമോദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ N ഷെരീഫ്, A വിഷ്ണുജിത്ത്, PM സനു എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. കേരള വിഷൻ, വണ്ടൂർ.